ഹലോ. ഒരുപാട് കൃഷികൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള കൃഷികൾ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ് എൻ്റെത്. ഞാനൊരു കണ്ണൂക്കാരിയാണ്, പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നാട്ടുമ്പുറത്താണ് ജനിച്ച് വളർന്നതൊക്കെ. അപ്പോൾ നെൽകൃഷിയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഈ കാണുന്ന കാഴ്ച എൻ്റെ ലൈഫിൽ ഇതാദ്യമായിട്ടാണ്. നമ്മൾ ടി വിയിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, എന്നാൽ ഞാൻ ലൈവായിട്ട് കാണുന്നത് ഇതാദ്യമായിട്ടാണ്. അപ്പോൾ ഈ ഒരു കാഴ്ചയിലേക്ക് എന്നെ എത്തിച്ചത് എൻ്റെ ബ്രദറാണ്. ബ്രദർ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെയൊരു സ്ഥലമുണ്ട്, ഒന്ന് പോവണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒന്ന് പോയി നോക്കിയതാണ്. പോയി നോക്കിയപ്പോൾ കണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ചില കാഴ്ചകൾക്ക് വിശദീകരണത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇവിടെയും അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിറഞ്ഞു നിൽക്കുന്ന പാടത്ത് അല്ലെങ്കിൽ പൂത്തുലഞ്ഞ് നിൽക്കുന്ന പോലെ കാഴ്ച നിൽക്കുന്നത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വത്തക്കയാണ്. വാട്ടർമെലൺ, തണ്ണിമത്തൻ, അങ്ങനെ പല പേരിലാണെങ്കിലും ഞങ്ങൾക്ക് വത്തക്കയാണ്. ഞാൻ പ്രോപ്പർ കണ്ണൂരല്ല, തലശ്ശേരിന്ന് എടുത്ത് പറയാൻ വേണമെങ്കിൽ ഒരു തലശ്ശേരിക്കാരിയാണ്. പക്ഷേ ഇപ്പം തലശ്ശേരിയല്ല, ഒരു കൂത്തുറമ്പ് ഭാഗത്താണ് ജീവിച്ചുകൊണ്ട് നിൽക്കുന്നത്, അതായത് താമസിക്കുന്നത്. അതൊക്കെ അവിടെ ഞാൻ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാളും കൂടുതൽ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കാണണം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ലൈഫ് ലോങ് ഒന്നും അത് അവിടെ ഉണ്ടാവില്ല. വളരെ കുറച്ച് ദിവസം കൂടി അവിടെ ഉണ്ടാവും. രാവിലെ ഒരു 6 മണി 7 മണി ആ സമയം തൊട്ടിട്ട് വൈകുന്നേരം 6 മണി വരെ മാത്രമേ നമുക്കവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള സാധനം പർച്ചേസും ചെയ്യാം. പർച്ചേസ് മീൻസ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്ന പോലെ നമുക്ക് ഇഷ്ടപ്പെട്ടതെടുത്ത് നമുക്ക് അവിടെ കൊണ്ടുപോയി തൂക്കി അവർ പറയുന്ന വില കൊടുത്ത് നമുക്ക് വാങ്ങാം. അത് അങ്ങനെ വാങ്ങുന്നതുകൊണ്ട് ഒരു നഷ്ടവും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്രയും പ്യുവറായ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കെമിക്കലുകളും യൂസ് ചെയ്യാത്തതെന്ന് തന്നെ പറയാം. കാരണം അതിന് ചുറ്റിലും നമുക്ക് സാധാരണ കടയിൽ നിന്ന് കാണുന്ന പോലത്തെ ഒരു വെള്ളപ്പൂപ്പലുകൾ അല്ലെങ്കിൽ പൊടി അതോ അങ്ങനെയൊന്നും കാണുന്നില്ല. നമുക്ക് ലൈവായിട്ട് അവിടെ ചെന്ന് പാടത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് പറിക്കാം. പിന്നെ ഇവിടെ കൂട്ടിയിട്ടതും നമുക്കുണ്ട്, അവിടെ നിന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. ഒരുപാട് ആൾക്കാർ വീഡിയോ എടുക്കാൻ വേണ്ടിയും കഴിക്കാൻ വേണ്ടിയും വാങ്ങാൻ വേണ്ടിയും ഒക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളും കൂട്ടത്തിൽ നല്ല ഒന്ന് സെലക്ട് ചെയ്ത് ഒരു ഉള്ള് ഓറഞ്ച് കളറുള്ളതും ചുവപ്പ് കളറുള്ളതും 2 വത്തക്കയാണ് ഞങ്ങൾ വാങ്ങിയ രണ്ടും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഓറഞ്ച് പൂർണ്ണമായിട്ടും ഓറഞ്ച് കളറായിട്ടില്ല, ഒരു ഡാർക്ക് മഞ്ഞയായി വരുന്നതേ ഉള്ളൂ. അതവർ പറഞ്ഞത് നമ്മൾ സെലക്ട് ചെയ്തതാണല്ലോ, നമുക്ക് വേറെ ഒന്നും പറയാനും ചെയ്യാനുമില്ല. കാരണം ഇതിൻ്റെ മഞ്ഞ വേറെ വെറൈറ്റി ഉണ്ട് കേട്ടോ, അത് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയില്ല. ഞങ്ങൾ വേറൊരു ദിവസം പോയിട്ട് വാങ്ങി കഴിക്കുന്നതായിരിക്കും. പറ്റുമെങ്കിൽ അതൊരു ഷോർട്സ് ആയിട്ട് ഇടാം. ഈ വാങ്ങിയ സാധനം സൂപ്പർ എന്ന് തന്നെ പറയാം. രണ്ടും നമുക്ക് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വത്തക്കയുടെ ടേസ്റ്റേ അല്ല. എനിക്ക് തോന്നുന്നു ഇതാണോ യഥാർത്ഥ വത്തക്ക എന്ന് സംശയിച്ചു. അത്രയ്ക്ക് നമുക്ക് വായിലേക്ക് എത്തുമ്പം തന്നെ നല്ലൊരു ഫ്രഷ് ഫീല് ലഭിക്കുന്നുണ്ട്. മുറിക്കുമ്പോൾ ഒക്കെ അതിൻ്റെ ഒരു ഫ്രഷ് ആയതിൻ്റെ ഫീല് ശരിക്കും നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റി. അമർത്തി പ്രസ് ഒന്ന് ടച്ച് ആകുമ്പം തന്നെ വത്തക്ക ഏകദേശം ക്രാക്ക് വന്ന് മുറിച്ചെടുക്കാൻ പറ്റി. നല്ല ടേസ്റ്റായിരുന്നു. പറ്റുന്നവരൊക്കെ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യണം. കാരണം നമുക്ക് ഫ്രഷായ സാധനം എപ്പോഴും കിട്ടുന്നില്ലല്ലോ. പോയി നമുക്ക് തന്നെ നമ്മുടെ കൈ കൊണ്ട് പറിച്ചെടുത്ത് നമുക്കത് തൂക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഒന്ന് കഴുകി മുറിച്ചെടുത്ത് കഴിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അതൊന്ന് വേറെ തന്നെയല്ലേ. ഇന്ന് സ്വയം അനുഭവിച്ചറിഞ്ഞു. കുട്ടികൾക്ക് ധൈര്യത്തോടെ നമുക്ക് കൊടുക്കാം, യാതൊരു കളറും ഇല്ല. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.